പ്രേക്ഷകരുടെ അഭിപ്രായത്തെക്കുറിച്ച്, നിരൂപകരുടെ അഭിപ്രായത്തെക്കുറിച്ച്? അവർക്ക് ഉണ്ണിക്ക് 5 ലക്ഷം കൊടുത്തു, അശ്വത്തിന് 1 ലക്ഷം രൂപ ഇത്ര സെറ്റ്, ഫുൾ സെറ്റ് അല്ലേ? ചോദിക്കും അല്ല, ധ്യാൻ എപ്പോഴും ആരെയും കളിയാക്കാറില്ല. ഇപ്പൊ സിനിമയെ ആരും കളിയാക്കിയാലും, ധ്യാനിന്റെ സിനിമകളെ കളിയാക്കിയാലും ധ്യാൻ ആരെയും തിരിച്ച് അങ്ങനെ എല്ലാരും സംശയം അതാണ് അല്ല. അവരൊന്നും അങ്ങനെ ചെയ്യില്ല. നിനക്കൊക്കെ സംശയം ഉണ്ട്, അജ്മൽ എനിക്ക് ഡൗട്ട് ഉണ്ടായില്ലേ അങ്ങനെ പറഞ്ഞപ്പോ അല്ലേ? അവരൊന്നും അങ്ങനെ വായിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാർ, വളരെ ജെനുവിനായിട്ട് സിനിമയെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ്, മനസ്സിലായോ? അവരെ ലെവലേശം അതിനു വേണ്ടി ഇത് കൂട്ടുവെക്കൂല. ആദ്യമായിട്ട് ഒരാള് സിനിമ നല്ലത് അല്ല, എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ ഇവര് പോയി സിനിമ, നമ്മുടെ സിനിമകൾ എന്തായാലും കാണും. പക്ഷെ ഒന്നടങ്കം നല്ലത് പറഞ്ഞത് എനിക്കൊന്ന്, പ്രത്യേകിച്ച് ഉണ്ണിയും കോക്കും ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം റിവ്യൂസിൽ മെയിൻ ആയിട്ടുള്ള 2 ആൾക്കാരാണ്. അപ്പൊ അവർക്ക് 2 പേർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ റിവ്യൂ കാണുന്ന ഒരുപാട് ലക്ഷം ആൾക്കാരുണ്ട്. ആ ലക്ഷത്തിൽ ഒരു 50,000 അല്ലെങ്കിൽ അതിന്റെ പകുതി ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് ഇവരെ ഫോളോ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലോ. അല്ല, കുറച്ചു പേരും വന്ന് സിനിമ ഉണ്ടാകാൻ നമുക്ക് വലിയ ഉപകാരമായിരിക്കും. കാരണം ഓണം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഓണം കഴിഞ്ഞ് നിൽക്കുമ്പോഴുള്ള റിലീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു ഡൾ ഫേസ് ഉണ്ട്. കാരണം തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നത്, ഫാമിലിയൊക്കെ വരുന്നത് ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. ഓണം കഴിഞ്ഞു, അപ്പം ഇനി കുറച്ച് അടുത്ത സീസണിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി വരണം. കാരണം ഇത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്താൽ മാത്രമേ നമ്മൾ, കാരണം അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടി തന്നെ മേക്ക് ചെയ്തിട്ടുള്ളൊരു സിനിമയാണെന്ന് വിശ്വസിക്കുന്നു. ഒരു പരിധി വരെ അവർക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പം എനിക്ക് തോന്നുന്നു ലോകയൊക്കെ കണ്ടു നിൽക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എത്രത്തോളം, ഞാനാണ് ലുക്കിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എത്രത്തോളം അവർക്ക് വലിയ മാസീവ് സിനിമകൾ, അത്തരം സിനിമകൾ മാത്രം ഉണ്ടായ പോലല്ലോ. അപ്പം കുഞ്ഞു സിനിമകൾ വേണം, ഇത്തരം ഹ്യൂമൻ ഇമോഷൻസും അല്ലെങ്കിൽ ഇത്തരം ചെറിയ അല്ലെങ്കിൽ നാട്ടിൻപുറം അല്ലെങ്കിൽ നാടൻ സിനിമകളൊക്കെ വേണം. അപ്പം ഇൻഡസ്ട്രിയെ, എന്നാലും മാത്രമേ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിലനിന്ന് പോകുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ക്രിട്ടിക്കലി ഇതിനെ വലിയ രീതിയിലുള്ള ഒരു അക്ലമേഷൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് കിട്ടി. പക്ഷേ ഇനി ഓർഗാനിക്കായിട്ട് വരേണ്ട ഓഡിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ട് നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫാമിലിയൊക്കെ വന്ന് ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പം എല്ലാവരും ആ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും ആ സൈഡ് നമ്മൾ സേഫ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും വരുന്ന ചോദ്യമാണ്, അശ്വതിന് ഇഷ്ടമായില്ലല്ലോ, മറ്റേ ഇവർക്ക് ഇഷ്ടമായില്ല. ഇപ്പം ഇവർക്ക് 2 ഇഷ്ടമായി. അവർ രണ്ടുപേരും നല്ല റിവ്യൂ അവർക്ക് ഇഷ്ടപ്പെട്ടതിൽ, അല്ലെങ്കിൽ അവർ എന്നാൽ എല്ലാ കാലവും അവരൊക്കെ തന്നെ നല്ല സിനിമ അവർക്ക് ഇഷ്ടപ്പെടുന്നത്. ഇതൊക്കെ അവരെ പുണ്യൊക്കെ എപ്പോഴും പറയുന്നതാണ്. ഇതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അശ്വതിൻ്റെ ആയിക്കോട്ടെ, അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ബാക്കി സിനിമ കാണണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കും. സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ ആൾക്കാർ ഇഷ്ടം, എൻ്റെ ഇഷ്ടമായിരിക്കില്ല എൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. എന്തായാലും ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെങ്കിലും പോയിട്ട് സിനിമ കാണണം. എന്തായാലും നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് കുറച്ചുകൂടെ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കും. തന്നെ പറയാറുണ്ട്, സ്ക്രിപ്റ്റ് വായിച്ചില്ലെന്ന് രസകരമായ രീതിയിൽ മറുപടി കൊടുക്കാറുണ്ട്. ഇതിൽ ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡ്, ഇതിൽ എല്ലാത്തരം ആൾക്കാരും, എല്ലാ സെന്റേഴ്സിൽ നിന്നുള്ള ആൾക്കാരും കൃത്യമായി ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒപ്പം ധ്യാൻ ചെയ്തിരിക്കുന്ന റോള് ഏറ്റവും ഡീസന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന, ഏറ്റവും ഗംഭീര അഭിപ്രായം ആണ് എല്ലാ സ്ഥലത്തു നിന്നും വന്നിരിക്കുന്നത്. അപ്പൊ ധ്യാൻ ആക്ച്വലി ഇതിന്റെ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് വായിച്ചിരുന്നു. എന്താണ് മുഹാസിന്റെ ഈ പടം വള ചെയ്യാനുള്ള പ്രചോദനം? എനിക്ക് ഇപ്പോഴും എൻ്റെ കഥ ഫുള്ളായിട്ട് എനിക്ക് മനസ്സിലായി വരുന്നുള്ളൂ. സ്ക്രിപ്റ്റ് വാസിന്റെ അടുത്ത് വന്നിട്ട് ഇതിന്റെ ഒരു കഥ ഐഡിയ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഇതുവരെ ഇപ്പൊ ഇവരിങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത്, നമ്മുടെ അടുത്തേക്കൊക്കെ ഇതുപോലത്തെ സാധനമൊക്കെ വരുന്നത് തന്നെ വളരെ വിരളമാണ്. അപ്പം ഇങ്ങനൊരു സാധനം നമ്മൾ വെച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം തോന്നും. ലുക്കുവിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു സാധനം. അപ്പോൾ ലുക്കുവിനെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വഴി ഇവനെ എനിക്ക് കഥകളിൽ ഇവിടെയൊക്കെ അറിയാം. അപ്പോൾ ഇവൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു കൗതുകം. അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ ഹർഷദൊക്കെ എഴുതുന്നു. മോസ്റ്റ്ലി കഠിനത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കഠിനം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഫേസ്ബുക്കിൽ വഴിയൊക്കെ നമുക്ക് അറിയാം. അപ്പം ഒരുപാട് സ്നേഹം, സിനിമയോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സിനിമയോട് വളരെ സ്നേഹമുള്ള ആൾക്കാരോട് സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ലുക്കുവിൻ്റെ ഒരു ഐഡിയ പറയുമ്പോഴും, അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവൻ ഇതിനോടുള്ള, അല്ലെങ്കിൽ അവൻ്റെ ഒരു അപ്രോച്ച് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു.
അപ്പൊ അങ്ങനെയുള്ള സംവിധായകരോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അവര് നമ്മൾ തക്ക സമയത്ത് നമ്മളെ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് എന്താ പറയണ്ട ഓഫ് ആയാലും അല്ലെങ്കിൽ നമ്മൾ വേറെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് നമ്മളെ വന്ന് പറഞ്ഞു തരികയും ഇതിങ്ങനെയാണ് അളിയ ഇത് വന്ന് ഇതാവുന്നുണ്ട് അല്ലെങ്കിൽ അപ്പോൾ അത് കംപ്ലീറ്റ്ലി മോസിയുടെ മാത്രം ക്രെഡിറ്റിൽ പോകുന്നതാണ് ഈ പറയുന്ന. കാരണം കഥ ഒരു ഐഡിയ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സ്ക്രീൻ പ്ലേ ആയിട്ടൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കൃത്യമായിട്ട് ഓരോ ഘട്ടമായിട്ട് എനിക്ക് ഓരോ ദിവസത്തെ കാര്യങ്ങൾ എന്താണ്, സീൻ എന്താണെന്നുള്ളതിന് കമ്മ്യൂണിക്കേഷൻ വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും തോന്നിയില്ല. എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമായിരുന്നില്ല. കാരണം ആദ്യം ചെയ്യുമ്പോൾ നമുക്കറിയില്ല, നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല ഇത്തരം. പക്ഷെ പുള്ളി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സെക്കൻഡ് ഡേ തൊട്ടിട്ട് എന്നോട് പറഞ്ഞു കളി ഇത് ഓക്കെയാണ്, പരിപാടി ഓക്കെയാണ്, നന്നായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വിശ്വാസം ഇപ്പോൾ തിയേറ്ററിൽ വരുമ്പോഴും ആൾക്കാർ നല്ലത് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. നേരത്തെ സംവിധായകൻ സൂചിപ്പിച്ചതുപോലെ കഥാപാത്രത്തെ കുറിച്ച് ഹലോ എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഇപ്പം നേരത്തെ റിവ്യൂസും ഇതൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂ വന്നാൽ പോലും അത് എന്തുകൊണ്ടും ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളെപ്പോഴും ഭയങ്കര ഹാപ്പി ആക്കുന്നത് പ്രേക്ഷകരുടെ റിവ്യൂ, സാധാരണക്കാരും എല്ലാവരും തിയേറ്ററിൽ പോയി പടം കണ്ട് അവർ അഭിപ്രായം പറയുമ്പോൾ തന്നെയാണ്. അപ്പം അതിന് എന്തായാലും ഇങ്ങനത്തെ റിവ്യൂകളൊക്കെ നമുക്ക് ഒരു ധൈര്യം തരുന്നുണ്ട്. ആളുകൾ തിയേറ്ററിൽ വരുന്നു. രാജേട്ടൻ പറഞ്ഞ പോലെ എല്ലാവരും കാണാത്തവർ മാക്സിമം തിയേറ്ററിലെത്തുക. അത് ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന, ഫാമിലിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണെന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഞങ്ങൾക്കുണ്ട്. പിന്നെന്താ ഇതിനകത്ത് ട്രിഗർ ചെയ്യാനുള്ളത് ഇതിൽ വിജയരാഘവൻ സാറും ശാന്തികൃഷ്ണ മാമുമായിട്ടുള്ള കോമ്പിനേഷൻസ് അത് പറയുന്നുണ്ട്. അല്ല അതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതൊക്കെ മുഹാഷിന്റെ ക്രെഡിറ്റ് പോണ തന്നെയാണ്. അത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും, ഒരു പരിപാടിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നമ്മളൊരു പ്ലാനൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷെ മുഹാഷിന് മറ്റൊരു പ്ലാൻ ഉണ്ടാവും. അപ്പോൾ അതായിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് എപ്പോഴും ഒരു നല്ല ആക്ടർ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ മറ്റത് നമ്മൾ തന്നെ ആവും. നമ്മളല്ലാതെ ഒരാളായിട്ട് വരുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ മോൾഡ് ചെയ്ത് അല്ലെങ്കിൽ അത് വേണ്ട, അത് ഈ സ്ഥിരം ചെയ്യണമല്ലേ, ഇത് ഒന്ന് മാറ്റി ഇങ്ങനെ പിടിച്ചു നോക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പുതിയൊരാളായിട്ട് നമുക്ക് തോന്നും. അത് ഡയറക്ടർക്കാണ് ഫുൾ ക്രെഡിറ്റ്.